indeed. This is the day of Eid. Let us rejoice indeed. For this is the day of La ilaha illallah Muhammad Rasulullah. La ilaha illallah Muhammad Rasulullah. Alayhi salatullah, alayhi salatullah. La ilaha illallah Muhammad Rasulullah. Alayhi salatullah, alayhi salatullah. Children are wearing new clothes, bright colors fill the streets. ഷവ്വാൽ 2 ബുധനാഴ്ച രാവിലെ ഏകദേശം 11 മണി സമയമായിരുന്നു ഞങ്ങൾ മദായിൻ സാലിഹിലെ ചരിത്ര പ്രദേശത്തെത്തുമ്പോൾ. ദീർഘമായ യാത്രയുടെ ക്ഷീണം മനസ്സിനെയും ശരീരത്തെയും ഉലച്ചു കഴിഞ്ഞിരുന്നുവെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഈ ചരിത്രഭൂമി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാനുള്ള തീവ്രമായ ആഗ്രഹം അതിനെയെല്ലാം മറച്ചുപിടിച്ചു. ഞങ്ങൾ യാത്ര പുറപ്പെട്ട ജിദ്ദ നഗരത്തിൽ നിന്നും ഏകദേശം 900 കിലോമീറ്റർ വടക്ക് സൗദി ജോർദാൻ അതിർത്തി പ്രദേശമായ തബൂക്കിനടുത്തുള്ള നഗരമാണ് അൽ ഉല. ആധുനിക സൗദി അറേബ്യയുടെ പ്രധാന നഗരങ്ങളിലൊന്നായ അൽ ഉലായിൽ നിന്നും 22 കിലോമീറ്റർ കിഴക്കു വടക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹിജ്ർ എന്ന് വിളിക്കപ്പെട്ട മദായിൻ സാലിഹ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മദായിൻ സാലിഹ് സാലിഹ് നബിയുടെ നാടാണ്. നൂഹ് നബിയുടെ 10ാം തലമുറയിൽ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ജനിച്ച് പ്രവാചകനായി തീർന്ന സാലിഹ് നബിയുടെ ജനത ഥമൂദുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ജനതയെ വിശുദ്ധ ഖുർആൻ 17 ഇടങ്ങളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും ബൈബിൾ കഥകളെ ആധാരമാക്കി ചില പ്രമുഖ ചരിത്രകാരന്മാർ നടത്തിയ പഠനങ്ങളിൽ BC 6500-ലായിരിക്കാം സാലിഹ് നബിയുടെ കാലം എന്ന് അനുമാനിക്കുന്നുണ്ട്. പരദേവ പൂജകരായിരുന്ന തമൂദ് വംശത്തെ സൃഷ്ടാവിന്റെ ഏകത്വ ദർശനത്തിലേക്ക് നയിക്കുകയെന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് സാലിഹ് നബിയിൽ അർപ്പിതമായിരുന്നത്. അദ്ദേഹം അവരെ സൗമ്യമായി തൗഹീദിലേക്ക് ക്ഷണിച്ചു. കഴിഞ്ഞകാല പാപങ്ങൾക്ക് അള്ളാഹുവോട് ക്ഷമാപണം നടത്തുവാനും ശിഷ്ടകാലം ധർമ്മപാതയിൽ നയിക്കുവാനും അവരെ ഉപദേശിച്ചു. പക്ഷേ ധിക്കാരികളായിരുന്ന ആ ജനതയുടെ മറുപടി പ്രവാചകനെ വേദനിപ്പിക്കും വിധത്തിലുള്ളതായിരുന്നു. അവരുടെ പ്രതികരണം ഖുർആൻ ഇപ്രകാരം വിവരിക്കുന്നു: ഓ സാലിഹ്, ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം വളരെയധികം പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നുവല്ലോ നീ. ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചു പോന്ന ഇലാഹുകളെ ഞങ്ങൾ ആരാധിക്കുന്നത് നീ വിലക്കുകയാണോ? ഏതൊന്നിലേക്കാണോ താൻ ഞങ്ങളെ ക്ഷണിക്കുന്നത് അതേക്കുറിച്ച് ഞങ്ങൾക്ക് സങ്കീർണമായ സംശയമുണ്ട്. അദ്ധ്യായം ഹൂദ് വചനം 62. അവർ പറഞ്ഞു, നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞങ്ങൾ ദുശകുനം ദർശിക്കുന്നു. അദ്ധ്യായം അന്നംൽ വചനം 147. പരിഹാസസ്വരം കലർന്ന തമൂദിന്റെ പ്രതികരണങ്ങൾ നിഷ്കളങ്കനായ ആ സത്യദൂതനെ കുത്തിനോവിക്കാൻ പോന്നതായിരുന്നു. ദരിദ്രരും ദുർബലരുമായിരുന്ന അല്പം പേർ മാത്രമായിരുന്നു ഒടുക്കം സാലിഹ് നബിയെ അംഗീകരിച്ചത്. ഭൂരിപക്ഷവും സാലിഹ് നബിയെയും വിശ്വസിച്ച ന്യൂനപക്ഷത്തെയും ശക്തമായി അവഹേളിച്ചു. അവർ പറഞ്ഞത് ഖുർആൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹത്തിന്റെ ജനതയിലെ അഹംഭാവികളായ നേതാക്കൾ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന വിശ്വാസികളോട് ചോദിച്ചു, സാലിഹ് തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിയുക്തനായ ദൂതനാണ് എന്ന് നിങ്ങൾക്കെന്താണ് ഉറപ്പ്? അവർ പറഞ്ഞു, നിശ്ചയം ഏതൊരു സന്ദേശം കൊണ്ട് അദ്ദേഹം നിയോഗിക്കപ്പെട്ടുവോ അതിൽ വിശ്വസിച്ചവർ തന്നെയാണ് ഞങ്ങൾ. അദ്ധ്യായം അൽ അറാഫ് വചനം 75. വൈതരണികളെ സധൈര്യം നേരിട്ട് തന്നിൽ അർപ്പിതമായ ദൗത്യവുമായി സാലിഹ് നബി പ്രബോധനം തുടർന്നു. പക്ഷേ ധിക്കാരികളായ ആ ജനതയിൽ കാര്യമായ ഭാവമാറ്റം കാണുന്നില്ല.
സത്യത്തോടും അതിന്റെ വാഹകരോടും പുറം തിരിഞ്ഞു നിന്ന അവർ സൃഷ്ടിപൂജകളിൽ തന്നെ തുടർന്നു. തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ പ്രകടമായ ഒരു വൻ ദൃഷ്ടാന്തം സമർപ്പിക്കണമെന്ന നിലയിലെത്തി തമൂദുകൾ. ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് അവർ സാലിഹ് നബിയോട് പറഞ്ഞത് ഖുർആൻ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നീ മാരണവിധേയരിൽപ്പെട്ടവനാണെന്നവർ പറഞ്ഞു. അതുകൊണ്ട് നീ സത്യവാന്മാരിൽപ്പെട്ടവനാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരിക. അധ്യായം അശ്വറ, വചനങ്ങൾ 153-154. എന്തു ദൃഷ്ടാന്തമാണ് താൻ കാണിക്കേണ്ടതെന്ന സാലിഹ് നബിയുടെ ചോദ്യത്തിന് അവർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നീ ഞങ്ങളുടെ കൂടെ ഉത്സവത്തിനായി വരിക. തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇലാഹുകളോടും നീ നിന്റെ ഇലാഹിനോടും പ്രാർത്ഥിക്കും. പ്രാർത്ഥന സഫലമാകുന്നവർ വാസ്തവമാക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക. ഈ വ്യവസ്ഥയനുസരിച്ച് അവർ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് കണ്ട ഒരു വലിയ പാറക്കല്ലിലേക്ക് ചൂണ്ടിക്കൊണ്ട് പരിപൂർണ ഗർഭിണിയും അംഗവൈകല്യമില്ലാത്തതുമായ ഒരൊട്ടകത്തെ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ തങ്ങൾ വിശ്വസിക്കാമെന്നായി അവർ. ഇരു കരങ്ങളുമുയർത്തി സാലിഹ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട താമസം പാറയ്ക്ക് പരിവർത്തനം വന്നു. മനുഷ്യർക്കുണ്ടാവുന്നതുപോലെ പ്രസവലക്ഷണവും ഒരുതരം ശബ്ദവും എല്ലാം പ്രകടമായി. തുടർന്ന് അവരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരൊട്ടകം പുറത്തു വന്നു. ഉയരമുള്ള 2 പർവ്വതങ്ങൾക്കിടയിൽ നടന്നാൽ പുറംഭാഗം ഉയർന്നു കാണാൻ മാത്രം അതിഗംഭീരനായിരുന്നു ഈ ഒട്ടകം. അള്ളാഹുവിന്റെ ഈ ആയത്ത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുപോലും പക്ഷേ ആ ജനതയിൽ ഭൂരിഭാഗവും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവരുടെ നേതാക്കന്മാർ അതിന് വിസമ്മതിച്ചതായിരുന്നു ഏറ്റവും പ്രധാന കാരണം. അവർ ശക്തമായ നിഷേധത്തിലൂടെ മുന്നോട്ടു പോയി. അങ്ങനെ ഈ ഒട്ടകവും അതിന്റെ കുട്ടിയും അവർക്കിടയിൽ കഴിഞ്ഞു പോന്നു. ഇതിനെ ഒരു നിലയ്ക്കും ആക്രമിക്കരുതെന്നും വധിച്ചു കളയരുതെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം ഭയാനകരമായ പരിണിതികൾ ഉണ്ടാവുമെന്നും അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്ത്രീ പുരുഷ സംസർഗമില്ലാതെ പാറയിൽ നിന്നും പരിപൂർണമായ ഒരൊട്ടകം പ്രത്യക്ഷപ്പെട്ടു എന്നതും ആ സമുദായത്തിന് ഒരു ദിവസത്തേക്ക് വേണ്ടത്ര വെള്ളം അത് കുടിച്ചു തീർക്കുകയും അതേ തോതിൽ തന്നെ പുൽച്ചെടികളും മറ്റും ഭക്ഷിച്ചിരുന്നു എന്നതും, ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസങ്ങളിൽ മറ്റു മൃഗങ്ങളൊന്നും തന്നെ വെള്ളം കുടിക്കാറുണ്ടായിരുന്നില്ല എന്നതും, കുടിച്ചിരുന്ന ജലത്തിന്റെ തോതനുസരിച്ചു തന്നെ ഒട്ടകം ജനങ്ങൾക്ക് മുഴുവൻ പാലും ചുരത്തിയിരുന്നു എന്നതുമെല്ലാം ഈ ഒട്ടകത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. സാലിഹ് നബിയുടെ പ്രവാചകത്വം തെളിയിക്കുവാൻ അള്ളാഹു നൽകിയ അമാനുഷിക ദൃഷ്ടാന്തമായിരുന്ന ഈ ഒട്ടകം സത്യത്തിൽ തമൂദുകളുടെ ഉറക്കം കെടുത്തി. എല്ലാ വീടുകളിലും ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഈ ഒട്ടകം അതിന്റെ കുഞ്ഞുമായി സദാ കയറിയിറങ്ങിക്കൊണ്ടേയിരുന്നു. ഒട്ടകത്തെയും കുഞ്ഞിനെയും കാണുമ്പോൾ അവരുടെ ചിന്തകളിൽ വിവിധങ്ങളാകുന്ന വികാരങ്ങൾ മിന്നിമറയാൻ തുടങ്ങി. ഇത് ഒരു ശല്യമായി തീർന്നിരിക്കുന്നു എന്ന് തീർത്തും ആ ജനതയ്ക്ക് തോന്നി. അവസാനം അവർ അതിനെ വകവരുത്തുവാൻ തന്നെ തീരുമാനിച്ചു. ഒട്ടകത്തെ വധിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തത് ആ സമൂഹത്തിലെ ഒരു 9 അംഗങ്ങളുള്ള റൌഡി സംഘമായിരുന്നു. ഈ സംഘത്തിലെ ഖൈദാർ ബിൻ സാലിഫ് എന്ന ആളായിരുന്നു വധം നടത്തിയത്. ഇത് അള്ളാഹുവിന്റെ ശക്തമായ ശാപകോപങ്ങൾക്ക് അവരെ വിധേയരാക്കി. അതിനെ തുടർന്ന് അവർ ശക്തമായി ശിക്ഷിക്കപ്പെട്ടു. ആ സംഭവം ഖുർആനിലെ സൂറ അൽ ഹൂദിൽ അനുസ്മരിക്കുന്നതിങ്ങനെയാണ്: അക്രമം പ്രവർത്തിച്ചവരെ ഘോര ശബ്ദം പിടികൂടി. അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ അവരുടെ വീടുകളിൽ കമിഴ്ന്നു വീണ അവസ്ഥയിലായിരുന്നു.
ചരിത്രത്തിന്റെ ഈ കണ്ണികൾ വിളക്കി ചേർക്കുമ്പോൾ മദായിൻ സാലിഹിൽ തമൂദുകൾ, ലഹ്യാനികൾ, നബുത്തികൾ എന്നീ സമൂഹങ്ങളുടെയെല്ലാം ചരിത്രശേഷിപ്പുകളുണ്ട് എന്ന വാദം ശരിയാണെന്ന് വരുന്നു. ഈ പ്രദേശത്തുള്ള മിക്ക സ്മാരകങ്ങളുടെയും ചരിത്രപരമായ പ്രത്യേകതയും വസ്തുതയും ഇനിയും കണ്ടെത്തപ്പെട്ടിട്ടില്ല. ആകെയുള്ള 131 ശവകുടീരങ്ങളിൽ കേവലം 32 ചരിത്രം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇവയിൽ കാലം നിശ്ചയിക്കാനാവാത്തത്ര പഴക്കമുള്ളവ മുതൽ AD 75 വരെ പ്രായമുള്ളവയുണ്ട്. തമൂദുകളും ലഹ്യാനികളും നബുത്തികളും അതാതു കാലങ്ങളിൽ ഏറെ നാഗരികമായി മുന്നോട്ടു പോയവരായിരുന്നു എന്ന് ഈ പ്രദേശം സന്ദർശിക്കുമ്പോൾ ബോധ്യപ്പെടും. അത് തെളിയിക്കാനാവും വിധം കരവിരുത് ഇവിടെയുള്ള ചരിത്രശേഷിപ്പുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.